രംഗത്തും തന്റേതായ വ്യക്തിത്വം പുലർത്തിയ ഒരാളാണ് കലാഭവൻ നവാസ്. കലാഭവൻ നവാസിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ സിനിമാ ലോകവും കുടുംബവും കൂടെ പ്രേക്ഷകർക്കും ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഞെട്ടലുമാറാതെ എല്ലാവരും. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ പോയ നവാസിനെ പിന്നീട് മരിച്ച നിലയിലാണ് റൂം ബോയ് കാണുന്നത്. പ്രാഥമിക നിഗമനത്തിൽ ഹൃദയാഘാതം മൂലമാണ് നവാസ് മരണപ്പെട്ടതെന്നുള്ള നിഗമനം. 51-ാം വയസ്സിലാണ് പ്രിയ നടൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. മിമിക്രി കലാരംഗത്ത് വർഷങ്ങളോളം അനുഭവ സമ്പത്തുള്ള നടനായിരുന്നു കലാഭവൻ നവാസ്. അന്തരിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ്. കലാഭവൻ നിയാസ് നിസാമുദ്ദീൻ എന്നിവരാണ് സഹോദരങ്ങൾ. നവാസും നിയാസും അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയരംഗം തിരഞ്ഞെടുത്തു. വാത്സല്യം എന്ന സിനിമയിലെ കുഞ്ഞമ്മാവൻ എന്ന കഥാപാത്രമായി എത്തിയതാണ് പ്രേക്ഷകരുടെ മുമ്പിൽ. ഇന്നും അബൂബക്കറിനെ ആ കഥാപാത്രത്തിൽ പ്രേക്ഷകർ മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ട്. നാടകത്തിലും സിനിമയിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത് അബൂബക്കർ നല്ല സ്വഭാവ നടനും ഹാസ്യ നടനുമായിരുന്നു പ്രേക്ഷകരുടെ മുമ്പിലെത്തിയത്. മക്കൾ സ്വന്തം നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സ്വയം പര്യാപ്തത വേണമെന്ന് അബൂബക്കർ നിർബന്ധനായിരുന്നു. പിതാവിനെക്കുറിച്ച് കലാഭവൻ നവാസ് സംസാരിച്ചിട്ടുണ്ട്. വീട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. കലാരംഗത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ താല്പര്യം വാപ്പ മൗനമായി സപ്പോർട്ട് ചെയ്തു. വാപ്പ പറഞ്ഞ കഥകളിൽ നിന്നാണ് ഞങ്ങളുടെ സ്കിറ്റുകൾ ഉണ്ടായത്. വർഷങ്ങളോളം ഞങ്ങൾ കളിച്ചു. ആ സ്കിറ്റുകൾ അവരുടെ അനുഭവത്തിൽ നിന്നുണ്ടായതാണെന്ന് നവാസ് പറയുന്നു. നവാസ് സിനിമയേക്കാൾ കൂടുതൽ ചെയ്തത് സ്റ്റേജ് ഷോകളൊക്കെയാണ്. മിമിക്രി താരമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിരുന്നത്. കുറച്ചു നാളുകളായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നവാസ്. ഈ അടുത്തിടെയാണ് സിനിമയിൽ സജീവമായി തുടങ്ങിയത്. പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ചിത്രീകരണം പൂർത്തിയാക്കുന്ന സമയത്തായിരുന്നു നവാസിന്റെ മരണം. ഒരു പാട്ടുകാരൻ കൂടിയാണ് നവാസ്. സ്വന്തം ശരീരത്തെ ഇത്രയും അധികം സ്നേഹിക്കുന്ന മനുഷ്യൻ വേറെ കാണത്തില്ലെന്നാണ് സഹപ്രവർത്തകരും പറയുന്നത്. വെള്ളമടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. നവാസിന്റെ ഭാര്യ രഹ്നയാണ്. സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് രഹ്ന. ഇവർ തമ്മിൽ ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹത്തിലെത്തിയ. ആദ്യം കണ്ട നിമിഷം വഴക്കിലൂടെയാണെന്ന് കാമുകന്മാരും കാമുകികൾക്ക് പൂവാണല്ലോ കൊടുക്കുന്നത്. എനിക്ക് നവാസ് ആദ്യം കണ്ടപ്പോൾ വഴക്കാണ് തന്നത്. ആ വഴക്കിൽ നിന്നാണ് ഞങ്ങൾ പ്രണയത്തിലാവുകയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന് രഹ്ന പറയുന്നുണ്ടായിരുന്നു. നെഹ്റിൻ, റിഹാൻ, റിദ്വാൻ എന്നിങ്ങനെ 3 മക്കളാണ് നവാസിനും റഹ്നയ്ക്കും കൂടിയുള്ളത്. സഹപ്രവർത്തകരും പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നിമിഷം പോലും സ്വന്തം കുടുംബത്തിനെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കാത്ത മനുഷ്യൻ. അതുപോലെ തന്നെയാണ് രഹ്നയും. സ്വന്തം ഭർത്താവിനെ അത്രയധികം സ്നേഹിക്കുന്നു. എങ്ങനെ ഇതിനെ മറികടക്കും? എങ്ങനെ അവളെക്കൊണ്ട് ഇത് സഹിക്കാൻ കഴിയും? അവളും മക്കളും തനിച്ചായി നവാസിക്ക പോയി എന്നാണ് സഹപ്രവർത്തകരും പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.